ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഈശോയെ, ആരാധനക്രമ മത്സരത്തിന് അനുസൃതമായ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ബോധവാന്മാരാവുകയും ചെയ്യുന്ന സമയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ചെയ്ത രക്ഷാകര സംഭവങ്ങളുടെ അനുസ്മരണം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ജ്വലിപ്പിക്കണമേ. അങ്ങയോടുകൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവർക്കും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, കൂടുതൽ ആനന്ദത്തോടെ നമുക്കായിരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഭയിലെ ആരാധനക്രമ മത്സരത്തെക്കുറിച്ചും ഈ ആരാധനക്രമ മത്സരത്തിന് അനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുമാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ആരാധനക്രമ മത്സരത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്? നിങ്ങൾ കുറേ പേരൊക്കെ ഉത്തരം പറയുന്നുണ്ട്, മിടുക്കര് പിള്ളേർ. ആരാധനക്രമ മത്സരത്തിലൂടെ ഈശോ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര സംഭവങ്ങളുടെ അനുസ്മരണവും ആചരണവും ആഘോഷവും നമ്മൾ നമ്മുടെ നിത്യ യാഥാർത്ഥ്യങ്ങളിലൂടെ അനുസ്മരിക്കുകയും ഓർത്തെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈശോ മിശിഹായുടെ ഈ രക്ഷാകര സംഭവങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ചൈതന്യമാക്കി മാറ്റുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 3 കാലങ്ങളെക്കുറിച്ച്, ആരാധനക്രമ മത്സരത്തിലെ 3 കാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? എല്ലാവരും ഇതിനുള്ള ഉത്തരം പറയുന്നുണ്ട്. മംഗളവാർത്തക്കാലം, 2 പിറവിക്കാലം, അടുത്തത് ധനഹാകാലം. നമ്മൾ ഇന്ന് വീണ്ടും ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ നോമ്പ് കാലത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. 4ാമത്തെ കാലം നോമ്പ് കാലം. നമുക്കൊരു ചെറിയ വീഡിയോ കാണാം. You are praying. You look very hungry. If you truly are the Son of God, turn this stone to bread. Satisfy your desires. It is written, man shall not live by bread alone, but by every word that proceeds from the mouth of God. Mankind will not heed your words. This world is my domain. They have turned from you. If they do not heed my word, it is because you have blinded them to it. Yet I have come to bear the sins of many and show them the way. Well, Jesus, let me see how you trust in the Almighty Word. It is a long way down. If you are the Son of God, throw yourself off of here. For it is written, He shall give His angels charge over you, and in their hands they shall bear you up, lest you dash your foot against a stone. You are the father of lies. You do not stand in truth because there is no truth in you. Your craftiness has been known since the beginning.
when in the garden with a forked tongue you twisted my father's words to deceive man. You conduct that same practice now. Again, it is written, you shall not tempt the Lord your God. You know all things to come. Wars will be waged. Man will kill man in your name. Why go through this? Why suffer such a wretched death when doing so will be in vain? Doing so will not be in vain, but is the will of my Father who has sent me. Although many will deny me, all would be lost, if not for what it is I have come to do. You are the Son of God. Yet you walk the earth as a carpenter. Too low is such a place for the Creator of all things. All of this has been delivered to me. I can give you authority over it all. All power. All riches. All the delicious fruits of the flesh. Forever. No need to suffer. No need to die for a flawed race. No blood need be spilled at all. If only you fall down and worship me. Remember your place. Who was it that saw you created? Who was it that saw you fall like lightning from heaven? Was it not I? And it is I who give authority to those who will trample your snakes and scorpions and all the power you bring forth. For it is written, you shall worship the Lord your God, and him only you shall serve. Get behind me, Satan. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കാണുമല്ലോ. നമ്മൾ ഇന്ന് നോമ്പ് കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ വേണ്ടി പോകുമ്പം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ചിന്ത ഈശോയുടെ ഉയർപ്പ് തിരുനാളിനൊരുക്കമായുള്ള 7 ആഴ്ചകളാണ് നമ്മൾ നോമ്പുകാലമായിട്ട് ആചരിക്കുന്നത്, അനുസ്മരിക്കുന്നത്. ഈശോ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഈശോ നടത്തുന്ന 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ധ്യാന വിഷയമായി നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നോമ്പ് കാലം നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത്, പ്രലോഭിപ്പിക്കപ്പെടുന്നത്, അതിനെയെല്ലാം ഈശോ അതിജീവിക്കുന്നത് ഈ കാലത്തിൻ്റെ വലിയ വിചിന്തന വിഷയമാണ്. നമുക്കറിയാം, പേതൃത്വ തിരുനാൾ ആചരിച്ചുകൊണ്ടാണ്, ആഘോഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് പേതൃത്വ എന്ന് പറയുന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം? പേതൃത്വ എന്ന് പറഞ്ഞാൽ ഒരു തിരിഞ്ഞു നോട്ടം. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ചെയ്തികളിലേക്ക്, നാളിതുവരെയുള്ള എൻ്റെ ജീവിത ശൈലികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ തിരുനാളിന് ആധാരമായ ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് ഈശോയുടെ 40 ദിവസത്തെ മരുഭൂമി പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും നാളുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓരോ ക്രൈസ്തവനും ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്നത്. ഇതിനെ സഭയിൽ വലിയ നോമ്പെന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഉപവാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, പരിത്യാഗത്തിൻ്റെ, ദാനധർമ്മത്തിൻ്റെ വലിയ മനോഭാവത്തിലൂടെ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാലം. മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച്, മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചതിനെക്കുറിച്ച്, അങ്ങനെ ഓരോരുത്തരും ഇന്നത്തെ കാലത്ത് അനുദപിക്കേണ്ടതിനെക്കുറിച്ച്, മാനസാന്തരപ്പെടേണ്ടതിനെക്കുറിച്ച്, അതിലുപരിയായി ദൈവം നമ്മളോട് കാണിക്കുന്ന അളവറ്റ സ്നേഹത്തെ ധ്യാനിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഈ കാലം നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടി ദൈവത്തോട് ചേർന്ന് ഉപവസിക്കുക,
കൂടെ വസിക്കുക. അങ്ങനെ ദൈവത്തോട് കൂടെ വസിക്കേണ്ട കാലമാണെന്ന് ഈ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ കാലത്ത് വളർന്നു വരണം. ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയോട് കൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹനങ്ങളും വേദനകളും ഏറ്റെടുത്ത് പരിത്യാഗ പ്രവർത്തികളിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കണമെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്രകാരമുള്ള ഒരുക്കങ്ങളിലൂടെ തിന്മയ്ക്കെതിരെ ശക്തി ആർജിച്ച് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കാലമാണ്. ഇനി നമ്മൾ വീണ്ടും അടുത്തതായിട്ട് കടന്നു പോകുന്നത് ഉയിർപ്പ് കാലത്തിലേക്കാണ്. എന്താണ് ഉയിർപ്പ് കാലത്തിൻ്റെ പ്രതിവാദ വിഷയം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉയിർപ്പ് തിരുനാൾ. നമുക്കൊരു കൊച്ചു വീഡിയോ കാണാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കാണും. ഈശോയുടെ ഉദ്ധാനത്തെ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉയിർപ്പ് തിരുനാൾ ആരാധനക്രമ വത്സരത്തിലെ തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉയിർപ്പ് തിരുനാളിനെ കേന്ദ്രഭാഗമാക്കിക്കൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുനരുദ്ധാനത്തിലൂടെ ഈശോ നേടിയ പുതുജീവനിൽ പങ്കുചേരുവാൻ വേണ്ടി അതിൽ സന്തോഷിക്കുവാനുള്ള കാലമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലമാണ് ഈ ഉയിർപ്പ് കാലം. ഈശോ നേടിയ ആ വലിയ പുതുജീവൻ, പുതു ഉയിർപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന് ഉയിർപ്പ് കാലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഉയിർപ്പ് തിരുനാൾ മുതൽ പന്തക്കുസ്ത വരെയുള്ള 7 ആഴ്ചകളാണ് ഉയിർപ്പ് കാലം. 7 ആഴ്ച ദൈർഘ്യമാണ് ഉയിർപ്പ് കാലത്തിനുള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈശോയുടെ ഉദ്ധാനത്തിലൂടെയാണ് സ്വർഗം തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് ഓരോരുത്തരും, ഈ ലോക ജീവിതത്തിലുള്ള എല്ലാവരും പ്രവേശിച്ചത് സ്വർഗജീവിതത്തിൻ്റെ പ്രവേശികയായിട്ട് ഈ ഉയിർപ്പ് തിരുനാളിനെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഉയിർപ്പ് തിരുനാളിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സകല വിശുദ്ധരെയും അനുസ്മരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സകല വിശുദ്ധരെയും അനുസ്മരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈശോയോടൊപ്പമാണ് എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുകയും ചെയ്യുന്നത്. അങ്ങനെ പാതാളത്തിലിറങ്ങിയവൻ ഉദ്ധാനത്തിലൂടെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ച, ഉയിർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ സകല വിശുദ്ധരെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇനി ഉയിർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആർക്ക് പറയാമോ ഇതിനുള്ള ഉത്തരം? മിടുക്കര് പിള്ളേർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ നമ്മൾ പുതുഞായർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പുതുഞായർ എന്ന് പറയുന്നത്? ഉയിർപ്പ് കഴിഞ്ഞ് കടന്നു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച, ആഴ്ചകളുടെ ആഴ്ച എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പുതുഞായർ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുകയാണ്. നമ്മൾ മാർത്തോമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ മാർത്തോമ ഞായർ എന്ന് വിളിക്കുന്നു. കാരണം ഉദ്ധിതനായ ഈശോയെ അനുഭവിച്ച തോമാസ് ലീഹ ഈശോയ്ക്ക് മുൻപിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ ആധികാരികമായി ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്കുള്ള പുതിയ കാൽവയ്പ് നമ്മളെ എടുത്തു നടത്തുന്നു. അങ്ങനെ തോമാസ് ലീഹായി എടുത്തു വെച്ച ഈ പുതിയ കാൽവയ്പ്, വിശ്വാസ ജീവിതത്തിലേക്കുള്ള വളർച്ച നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കണമെന്ന് ഈ പുതുഞായർ വഴി, ആഴ്ചകളുടെ ആഴ്ചയായ മാർത്തോമ ഞായറാഴ്ച വഴി നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രസംഗ വിഷയമാണെന്ന് പൗലോസ്ലീഹായും പത്രോസ്ലീഹായും എല്ലാം അവരുടെ ലേഖനങ്ങളിൽ ഏറ്റുപറയുന്നുണ്ട്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ അന്തസത്ത ഇതാണ്. നമ്മൾ ഓരോരുത്തരും കത്തോലിക്കനായിരിക്കുന്നത് എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈശോയിൽ ജീവിക്കുന്ന ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാകണം. പാപത്തെ മരിച്ച് നന്മയിൽ ഉയർക്കുന്നവരാകണം, ക്രിസ്തുവിൽ ഉയർക്കുന്നവരാകണം, ഈശോയിൽ ഉയർക്കുന്നവരാകണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യമനുസരിച്ചാണ് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ, കാരോസുസ പ്രാർത്ഥനകൾ, സങ്കീർത്തന ഭാഗങ്ങൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഉയർപ്പ് കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കുചേരുമ്പം ഈശോയെ എന്നിലുള്ള പാപത്തിൽ മരിച്ച് നിന്നിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ, നിന്നോടുകൂടെ ഉയർപ്പിൻ്റെ ചൈതന്യത്തോടെ ജീവിക്കാനുള്ള കൃപ തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആറാമത്തെ കാലം ശ്ലീഹാ കാലമാണ്. എന്താണ് ശ്ലീഹാ കാലത്തിൻ്റെ പ്രതിപാദ വിഷയം? പന്തക്കുസ്ത തിരുനാളോടെയാണ് ശ്ലീഹാ കാലം ആരംഭിക്കുന്നത്. സെഹിയോൻ ഊട്ടിശാലയെ ധ്യാനിച്ചിരുന്ന ശ്ലീഹന്മാരുടെ മേലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഈ ശിഷ്യഗണം പിന്നീട് അങ്ങോട്ട് പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്ന് ക്രിസ്തുവിനെ, ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് ലോകമെമ്പാടും പ്രഘോഷിക്കുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ശ്ലീഹന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ, പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ശ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ. അങ്ങനെ ശിഷ്യന്മാർ സെഹിയോൻ ഊട്ടുശാലയിൽ നിന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുകയാണ് ക്രിസ്തുവിനെ, ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടി. നമ്മൾ ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ്. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, തൈലാഭിഷേകത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം അയക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടി, ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ വേണ്ടി. അതുകൊണ്ട് സഭയുടെ പ്രേക്ഷിത ചൈതന്യത്തോട് ചേർന്ന് നാമും ഈശോയ്ക്ക് സാക്ഷികളാകണമെന്ന് ഈ കാലഘട്ടം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്ലീഹാ കാലത്തിൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, ഈശോയെ എന്നെ അങ്ങ് അയക്കണം, ഒരു ശ്ലീഹയാകുവാൻ, അങ്ങയ്ക്ക് വേണ്ടി സാക്ഷിയാകുവാൻ, ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിന്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മുടെ ദൈവവിളിയെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ബോധ്യങ്ങളുണ്ടാവുക, കൂടുതൽ നന്മകൾ നമ്മിൽ രൂപപ്പെടുക, കൂടുതൽ ബോധ്യങ്ങളിലൂടെ നല്ല തീരുമാനങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ശ്ലീഹാകാലത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നമ്മൾ നിർത്തുമ്പോൾ നമ്മളും മറ്റു ശിഷ്യരെ പോലെ, അപ്പസ്തോലന്മാരെ, ശിഷ്യഗണത്തോലെ പോലെ അയക്കപ്പെട്ടവരാകും. ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് കൈത്താക്കാലമാണ്. ശ്ലീഹാകാലത്തെ തുടർന്നു വരുന്ന 7 ആഴ്ചകളാണ് കൈത്താക്കാലം. കൈത്ത എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഫലം ചൂടുക, ഫലാഗമകാലം എന്നൊക്കെയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന സഭ, അതിൻ്റെ ഫലമായി അനുഭവിക്കുന്ന, മുടിചൂടി നിൽക്കുന്ന സഭയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ശ്ലീഹന്മാരുടെ പ്രവർത്തനം, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വ്യത്യസ്തമായ സഭാ കൂട്ടായ്മകൾ, രക്തസാക്ഷികൾ, സഭയുടെ വളർച്ച, ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിപാദ വിഷയം. അതുകൊണ്ട് ഫലാഗമകാലത്തിൽ, കൈത്താക്കാലത്തിൽ ശ്ലീഹന്മാരുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഫലങ്ങളാണ് രക്തസാക്ഷികൾ, വിശുദ്ധർ. ഇപ്രകാരം വളർന്നുകൊണ്ടിരിക്കുന്ന സഭയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ ഈ കൈത്താക്കാലത്തിൻ്റെ എല്ലാ ചൈതന്യവും നമ്മൾ നമ്മിൽ സ്വന്തമാക്കണം. 12 ശ്ലീഹന്മാരുടെ തിരുനാളോടുകൂടിയാണ് ഈ കൈത്താക്കാലം ആരംഭിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. എവിടെയാണ് കൈത്താക്കാലം ആരംഭിക്കുന്നതെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ 12 ശ്ലീഹന്മാരുടെയും തിരുനാളാണ്. എന്തുകൊണ്ടാണ് ഈ 12 ശ്ലീഹന്മാരെ ഒരുപോലെ അനുസ്മരിക്കുന്നതെന്ന് ചോദിച്ചാൽ 12 ശ്ലീഹന്മാരുടെ
ജീവൻ നൽകിയുള്ള വലിയ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന, നമുക്ക് അഭിമാനമായി മാറുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭ ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ കൈത്താക്കാലത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത് നമുക്ക് വേണ്ടി ജീവിക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വിശുദ്ധരെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഓരോ വെള്ളിയാഴ്ചകളിൽ ഇത് അനുസ്മരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. 8ാമത്തെ കാലം, ഏലിയ സ്ലീവ മൂശക്കാലങ്ങൾ. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ് ഈ കാലഘട്ടത്തിൻ്റെ കേന്ദ്ര തിരുനാൾ. അതുകൊണ്ട് കുരിശിനെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ് ഓരോ ക്രൈസ്തവനുമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. ഏലിയ സ്ലീവ മൂശക്കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തയിൽ നമ്മൾ സ്വന്തമാക്കേണ്ടത് ഈ ധ്യാന വിഷയമാണ്. സ്ലീവായുടെ അടയാളത്തോടും മാലാഖമാരുടെ അകമ്പടിയോടും കൂടെ മഹത്വപൂർണനായി വരാനിരിക്കുന്ന മിശിഹായുടെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ ദൈവദൂതന്മാരാൽ പരിസേവിതനായി പ്രത്യക്ഷപ്പെടുന്ന മിശിഹായെ വിശുദ്ധരോടൊന്നിച്ച് എതിരേൽക്കുവാനുള്ള വലിയ അനുഗ്രഹം നൽകണമേ. അങ്ങനെ ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തിൽ നിർമ്മല ഹൃദയത്തോടെ പരിശുദ്ധ മനസാക്ഷിയോടെ ദൈവത്തിൻ്റെ വലിയ സമ്മാനമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള കൃപ തരണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പാപത്തിൽ നിന്ന് ഏറ്റവും വിട്ടകന്ന് ജീവിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ പാപമില്ലാത്ത നിർമ്മലമായ ഒരു ഹൃദയത്തോടെ ജീവിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ എന്നു വരുമെന്നറിയത്തില്ലാത്ത ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തിൽ ഒരുക്കമുള്ള ശിഷ്യന്മാരെ പോലെ ഈശോയെ എതിരേൽക്കുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ 9ാമത്തെ കാലം, അവസാനത്തെ കാലമായ പള്ളിക്കൂദാശക്കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് പള്ളിക്കൂദാശക്കാലം? പള്ളിക്കൂദാശക്കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തിരുസഭയുടെ സമർപ്പണമാണ്. അവസാനത്തെ 4 ആഴ്ചകൾ അടങ്ങുന്ന ഈ കാലഘട്ടത്തെ പള്ളിക്കൂദാശക്കാലം എന്ന് വിളിക്കുന്നത് തന്നെ സഭയുടെ സമർപ്പണത്തെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ടാണ്. യുഗാന്ത്യത്തിൽ ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ പിതാവിന് സമർപ്പിച്ചത് ഈ കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നു. അങ്ങനെ തിരുസഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന വലിയ തിരുനാളിനോട് ചേർത്ത് സഭാംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും, സഭയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോ മക്കളും നമ്മളെ തന്നെ സമർപ്പിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാലവും കൂടിയാണിത്. അതുകൊണ്ട് ഈ പള്ളിക്കൂദാശക്കാലത്തിൻ്റെ ചൈതന്യം നമ്മൾ സ്വന്തമാക്കുമ്പോൾ സഭയോടൊത്ത് നീങ്ങുവാൻ, സഭയോട് താതാത്മ്യപ്പെടുവാൻ നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ഒരുക്കണം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 9 കാലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. മംഗളവാർത്തക്കാലം, പിറവിക്കാലം, ദനഹാക്കാലം, നോമ്പുകാലം, ഉയിർപ്പുകാലം, സ്ലീഹാക്കാലം, കൈത്താക്കാലം, ഏലിയ സ്ലീവ മൂശക്കാലം, അവസാനമായിട്ട് നമ്മൾ പള്ളിക്കൂദാശക്കാലം. ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചൈതന്യത്തോട് ചേർന്ന് നമ്മളുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു കത്തോലിക്കനായി, നല്ല മക്കളായിട്ട് സഭയിൽ നമുക്ക് വളരാൻ വേണ്ടി പറ്റുന്നത്. ഇനി നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഈ ക്ലാസ് കൂടുമ്പോൾ പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ ഈ സഭയുടെ ചൈതന്യത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ നോമ്പുകാല അവസരത്തിൽ നോമ്പ് ആചരിച്ചുകൊണ്ട് പരിത്യാഗ മനോഭാവത്തോടെ, സഹന മനോഭാവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുന്നത്. ഉയർപ്പ് കാലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഈശോ നമുക്ക് വേണ്ടി ഉയർത്തു. അങ്ങനെ നമ്മൾ പാപത്തെ വെറുത്തുപേക്ഷിച്ച് പാപത്തിൽ മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക. ഈശോയ്ക്ക് എങ്ങനെയൊക്കെ എനിക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമ്മൾ ഓരോ കാലത്തിൻ്റെ ചൈതന്യത്തോടനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മിൽ ഫലമുളവാകുന്നത്, നന്മ വിരിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്രകാരം ആരാധനക്രമ വത്സരത്തിലൂടെ നന്മ ചെയ്ത് സഭയോടൊപ്പം സഭ നൽകുന്ന ആത്മീയ പുണ്യങ്ങളെ സ്വന്തമാക്കി ജീവിക്കുവാൻ നമുക്ക് പ്രേരണ തരുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ആരാധനക്രമ വത്സരവും യാമപ്രാർത്ഥനയും. നമുക്കറിയാം, ആരാധനക്രമ വത്സരത്തിലൂടെ ആണ്ടുവട്ടത്തെ മുഴുവൻ നമ്മൾ വിശുദ്ധീകരിച്ചു. ഇനി യാമപ്രാർത്ഥനയിലൂടെ ഓരോരുത്തരും ഓരോ മണിക്കൂറിനെയും വിശുദ്ധീകരിക്കുന്നു.
നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ദിവസത്തെ പല യാമങ്ങളായി തിരിച്ച് ആ യാമങ്ങളിൽ ഓരോ യാമങ്ങളിലും വ്യത്യസ്തമായ പ്രാർത്ഥനകളിലൂടെ പുരോഹിതരും സന്യസ്തരും അൽമായരും യാമങ്ങളെ വിശുദ്ധീകരിക്കുന്ന, മണിക്കൂറുകളെ വിശുദ്ധീകരിക്കുന്ന യാമപ്രാർത്ഥന സഭയിലുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ പിന്നീട് പഠിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പാഠം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ കുറേ കൂടി തീഷ്ണതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ, ഈ കാല ചൈതന്യത്തെ ആരാധനക്രമ വത്സരത്തിനനുസരിച്ച് അതിൻ്റെ ചൈതന്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് സൂക്ഷിക്കുവാൻ വേണ്ടി ഒരു വചനം തരുന്നു. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം തിരുവചനം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈകൾ കൂപ്പുക, കണ്ണുകൾ അടയ്ക്കുക. സ്നേഹനാഥനായ ഈശോയെ, ആരാധനക്രമ വത്സരത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾക്കനുസരണം ഞങ്ങളുടെ ജീവിത ശൈലികളെ ചേർത്ത് നിർത്തുവാൻ കൃപ നൽകണമേ. അങ്ങനെ ആരാധനക്രമ വത്സരത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഒരുക്കണമേ. അങ്ങനെ സഭയോട് കൂടുതൽ സ്നേഹമുള്ളവരായി, യേശുക്രിസ്തുവിനെ ലോകത്തിന് മുഴുവൻ പ്രഘോഷിക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പുറകിലുള്ള 5 ചോദ്യങ്ങൾ നിങ്ങൾ ഒരു കടലാസിൽ അതിൻ്റെ ഉത്തരം എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിനുള്ള ഹോംവർക്ക്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.